വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായി. അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് UDF വലിയ തോതിലുള്ള ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രാവിലെ 10:30 മണിക്കായി. വടകര ബ്ലോക്കിൽ LDF-നും UDF-നും 7 വീതം അംഗങ്ങളാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ LDF തീരുമാനമനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM മത്സരിക്കുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് RJD മത്സരിക്കണം എന്നാണ് തീരുമാനം. നമ്മുടെ 7 മെമ്പർമാർക്കും ഇന്നലെയും ഇന്നുമായി മോക്ക് പോളിംഗും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തെക്കേത്തയ്യിൽ രജനി എന്ന് പറയുന്ന 6 RJDയുടെ കുഞ്ഞിപ്പള്ളി ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി അവർ തെറ്റായി വോട്ട് രേഖപ്പെടുത്തിപ്പോയി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് ഒന്നാമത്തെ സ്ഥാനാർത്ഥി എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം. അവർ ടിക്ക് ചെയ്തതിന് ശേഷം പേര് വായിച്ചപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥി സത്യമാഷാണ്, അതല്ല എന്ന് മനസ്സിലായപ്പോൾ ഉടനെ അവർ റിട്ടേണിംഗ് ഓഫീസറോട് പറഞ്ഞു, ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത് തെറ്റായിപ്പോയി. ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ വോട്ടറുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. കാരണം ബാലറ്റ് പേപ്പറിന്റെ പിന്നിൽ വോട്ടർ അവരുടെ പേരും സിഗ്നേച്ചറും നിർബന്ധമായും വിടണം. അപ്പൊ അങ്ങനെ എൻ്റെ വോട്ട് തെറ്റായി രേഖപ്പെടുത്തിപ്പോയി, എനിക്ക് പുതിയൊരു ബാലറ്റ് പേപ്പർ വേണം എന്ന് റിട്ടേണിംഗ് ഓഫീസറോട് ആവശ്യപ്പെട്ടു. പക്ഷെ അതവർക്ക് കൊടുക്കാൻ തയ്യാറായില്ല. ആ വോട്ട് കൗണ്ട് ചെയ്യപ്പെട്ടു. എന്നാൽ ഇതേ സംഭവം പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയാൽ അവർക്ക് വീണ്ടും ബാലറ്റ് പേപ്പർ കൊടുക്കണം എന്നതാണ് നിയമം. മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലക്ഷൻ, അവിടെയും തുല്യ വോട്ടാണ് LDF-ഉം UDF-ഉം. MP അഖിലയാണ് CPM-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അവിടെ CPM-ന്റെ പ്രതിനിധിയാണ് മിനി എന്ന് പറയുന്ന മെമ്പർ. കഴിഞ്ഞ തവണയും അവർ മെമ്പറായിരുന്നു. അവരോട് ഇതേ രൂപത്തിൽ അപകടം പറ്റി. ബാലറ്റ് പേപ്പറിന്റെ മുൻ പേജിൽ തന്നെ അവരുടെ പേരും ഒപ്പം വിട്ടുപോയി. ഉടനെ അവർ പറഞ്ഞു, എൻ്റെ വോട്ട് തെറ്റായി രേഖപ്പെടുത്തി പോയിരിക്കുന്നു, എനിക്ക് പുതിയ ബാലറ്റ് പേപ്പർ തരണം എന്ന് പറഞ്ഞപ്പോൾ നിയമാനുസൃതം ആ റിട്ടേണിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പർ അവർക്ക് നൽകി. അവർ വോട്ട് ചെയ്തു. LDF-ന് UDF-ന് തുല്യമായി വോട്ട് വന്നു. നറുക്കെടുപ്പിൽ അഖില തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ രജനിയിൽ നിന്ന് ഒരു കൈത്തെറ്റ് വന്നപ്പോൾ അത് പുതിയ ബാലറ്റ് പേപ്പർ നൽകണമെന്ന് പറഞ്ഞപ്പോൾ നൽകാത്ത റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി തികച്ചും തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ്. അവർ കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെ കൊടുക്കാത്തതിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥി 8 വോട്ട് കിട്ടി വിജയിച്ചതായി പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് RJD മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിൽ പോലും ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രതിനിധിയുടെ, ഒരു വോട്ടറുടെ, ഒരു മെമ്പറുടെ കൈത്തെറ്റ് മൂലം വന്നിട്ടുള്ള ഒരു സാധ്യത, തുല്യ വോട്ട് എന്ന നറുക്കെടുത്താൽ ചിലപ്പോൾ സത്യമാഷ് പ്രസിഡന്റായി തെരഞ്ഞെടുപ്പെട്ടേക്കാം. ആ ഒരു അബദ്ധം മനസ്സിലായപ്പോൾ പാർട്ടി നേതൃത്വം ഉടനെ ഇന്നാലോചിച്ച് RJDക്ക് അനുവദിച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM മത്സരിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ CPM മത്സരിച്ചു. രജനി അടക്കം അവർക്ക് വോട്ട് ചെയ്തു. തുല്യ വോട്ട് വന്നു. അങ്ങനെ നറുക്കെട്ടെടുത്തപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥി പ്രീതി മോഹൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പോലും വലിയ തെറ്റായ പ്രചരണം നടക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വന്നാൽ പോലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി പാർട്ടി നിർദ്ദേശത്തിനും LDF നിർദ്ദേശത്തിനും വോട്ട് ചെയ്യേണ്ടതാണ്. അവർക്ക് ചില തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റവരെ ക്ഷമാപണം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അന്വേഷണം നടത്തി യുക്തമായ നടപടി പാർട്ടി കൈക്കൊള്ളും. ഇവിടെയുള്ള പ്രശ്നം റിട്ടേണിംഗ് ഓഫീസർ നിയമാനുസൃതമായി പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ്. അതിനെ സംബന്ധിച്ച് റിട്ടേണിംഗ് ഓഫീസർക്കും
അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, ജില്ലാ ഭരണാധികാരി അദ്ദേഹമാണ്, ജില്ലാ കളക്ടർക്കും ഇലക്ഷൻ കമ്മീഷനും ഈ വോട്ടർ തന്നെ, രജന് തന്നെ പരാതി അയച്ചിട്ടുണ്ട്. പാർട്ടിയും പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സംഭവത്തെ വക്രീകരിച്ചുകൊണ്ട് തെറ്റായി നടത്തുന്ന പ്രചരണങ്ങൾ ഒരു കാരണവശാലും സ്വീകാര്യമായിട്ടുള്ളതല്ല, അംഗീകരിക്കാൻ പറ്റുന്നതല്ല, പ്രതിഷേധാർഹമാണ്. റിട്ടേണിംഗ് ഓഫീസർ നടപടിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തി യുക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് RJD ആവശ്യപ്പെടുകയാണ്.